വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നുവെന്ന ബി.ജെ.പി. നേതാവ് അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് തെളിഞ്ഞു. 2019-ലും 2014-ലും രാഹുൽ ഗാന്ധിയും ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിയും വിജയിച്ച മണ്ഡലത്തിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന ബി.ജെ.പിയുടെ വാദങ്ങൾ കൃത്യമായ വിവരങ്ങളുടെ പിൻബലമില്ലാത്തതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഉയർന്നുവന്ന പ്രധാന ആരോപണങ്ങളും അവയുടെ വസ്തുതകളും താഴെ പറയുന്നവയാണ്. മൈമൂനമാർ വ്യാജ വോട്ടർമാർ. ഏറനാട് നിയമസഭാ മണ്ഡലത്തിലെ 115, 135, 152 ബൂത്തുകളിൽ മൈമൂന എന്ന പേരിൽ ഒരു സ്ത്രീക്ക് 3 വോട്ടുകളുണ്ടെന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ ആരോപണം. വ്യാജ വോട്ടിന് തെളിവാണെന്നതായിരുന്നു പ്രധാന പ്രചാരണം. പരിശോധനയിൽ ഈ ആരോപണം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിഞ്ഞു. മൈമൂന എന്ന പേരുള്ള 3 പേരും വ്യത്യസ്ത വ്യക്തികളാണെന്നും അവർ വ്യത്യസ്ത കുടുംബത്തിൽപ്പെട്ടവരാണെന്നും കണ്ടെത്തി. 115-ാം ബൂത്ത്, അതായത് മംഗലൻ അലവിയുടെ ഭാര്യയായ മൈമൂന. 132-ാം ബൂത്ത് വാഴപ്പറ്റ അലവിയുടെ ഭാര്യയായ മൈമൂന. 152-ാം ബൂത്ത് പുല്ലപ്പറമ്പിൽ അലവിയുടെ ഭാര്യയായ ടി.പി. മൈമൂന. ഇവർ 3 പേരും വയനാട് മണ്ഡലത്തിലെ 3 വ്യത്യസ്ത പഞ്ചായത്തുകളിലെ സ്ഥിരതാമസക്കാരാണെന്നും വർഷങ്ങളായി ഇതേ ബൂത്തുകളിൽ വോട്ട് ചെയ്യുന്നവരാണെന്നും വ്യക്തമായി. ഒരേ വീട്ടുപേരുകൾ വ്യത്യസ്ത മതവിഭാഗക്കാർ താമസിക്കുമെന്നായിരുന്നു മറ്റൊരു ആരോപണം. ഇതിന് ഉദാഹരണമായി വള്ളിക്കെട്ടുമ്മൽ എന്ന വീട്ടുപേരിൽ ഷാഹിനായും മാധവനും താമസിക്കുന്നുവെന്നും ചൗവണ്ടേരി എന്ന വീട്ടിൽ വെള്ളിയമ്മയും മറിയമ്മയും താമസിച്ചിരുന്നുവെന്നും ആരോപിച്ചു. ഈ ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞു. വെള്ളിക്കെട്ടുമ്മൽ എന്ന് പറയുന്നത് ഒരു വീട്ടുപേരല്ല, മറിച്ച് തിരുവമ്പാടിയിലെ ഒരു സ്ഥലപ്പേരാണ്. പ്രദേശവാസികൾക്ക് ഈ സ്ഥലപ്പേര് വീട്ടുപേരുകളായി ഉപയോഗിക്കുന്ന പതിവുകളുമുണ്ട്. ചൗവണ്ടേരി എന്ന് പറയുന്നത് കൽപ്പറ്റയിലെ കണിയാമ്പാറ്റ വരദൂരിനടുത്തുള്ള ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്തേക്ക് കുടിയേറിയവരിൽ പലരും ജാതി മത ഭേദമന്യേ ചൗണ്ടേരി എന്ന സ്ഥലപ്പേര് വീട്ടുപേരായി സ്വീകരിക്കുകയായിരുന്നു. വള്ളിയമ്മയും മറിയമ്മയും ഒരേ വീട്ടിലല്ല, മറിച്ച് 1 കിലോമീറ്ററിനടുത്ത് അകലത്തിലാണ് താമസിക്കുന്നതെന്നും പരിശോധനയിൽ വ്യക്തമായി. സോണിയാഗാന്ധിയുടെ വ്യാജ വോട്ടർ പട്ടിക ഇന്ത്യൻ പൗരത്വം ലഭിക്കും മുമ്പേ സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ബി.ജെ.പി. ഒരു രേഖ പുറത്തുവിട്ടിരുന്നു. ഇത് കോൺഗ്രസ് വ്യാജ നിർമ്മിതി എന്ന് ആരോപിച്ചു. കോൺഗ്രസിന്റെ സാമൂഹിക മാധ്യമ ഹാൻഡിലുകൾ ഈ ആരോപണം ശക്തമായി ഖണ്ഡിച്ചു. ബി.ജെ.പി. പുറത്തുവിട്ട 1980-ലെ രേഖയിൽ ഡൽഹി നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഡൽഹി NCT നിലവിൽ വന്നത് 1991-ലെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതിനാൽ 1980-ലെ ഒരു രേഖയിൽ ഈ പേര് രേഖപ്പെടുത്താൻ സാധ്യതയില്ല. കൂടാതെ രേഖയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയും കുടുംബവും ഈ വസതിയിൽ താമസിച്ചിരുന്നില്ലെന്നും രേഖയിൽ മേനകാ ഗാന്ധിയുടെ പ്രായം തെറ്റായി രേഖപ്പെടുത്തിയെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ഈ ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് തെളിഞ്ഞതോടെ വയനാട്ടിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. നടത്തിയ പ്രചാരണങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറി. അതേസമയം ബീഹാറിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾക്കെതിരെ പ്രതിപക്ഷം വോട്ട് അധികാർ യാത്ര നടത്താൻ തീരുമാനിച്ചിട്ടുമുണ്ട്.